ഇപ്പോൾ വിജയ് ഫാൻസ് അസോസിയേഷന്റെ പ്രതീഷ് വി ആർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ പ്രതീഷ്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു ദുരന്തം വിജയുടെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം വലിയൊരു വിഷമം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. 40-ലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്ന് പറയുകയാണ്. അപ്പോൾ നിലവിലത്തെ ഒരു എവിടെയാണിപ്പോൾ താരമുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ അറിയാൻ കഴിയുന്നത് കോടതിയെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വിജയ് അതെ, കോടതി സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ വിജയ് സാർ ഉള്ളത് ചെന്നൈയുടെ വീട്ടിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള ഒരു അനുമതി ചോദിച്ചു, അത് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നിലവിൽ താരം വളരെ സങ്കടകരത്തിലാണ്. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ ബാധിക്കപ്പെട്ടവരെ പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉന്നയിച്ചപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് അവർ പറഞ്ഞത്. മാത്രവുമല്ല, നമ്മുടെ ടിവിക്ക് സംഘാടകരും അവിടെ പോകാനുള്ള ഒരു അനുമതി അവർ കൊടുക്കുന്നില്ല. സോ നിലവിലെ സാഹചര്യത്തിൽ ഉടനെ തന്നെ എന്തെങ്കിലും വിജയുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ തന്നെ CBI അന്വേഷണത്തിനായി പ്രത്യേകം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയതിനു ശേഷം ആയിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുള്ളൂ. ഇത് സംഭവിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയായിരുന്നു പാർട്ടി നൽകിയിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു വാദത്തിലേക്ക് പോയത്? അല്ല, അത് വളരെ ക്ലിയർ ആണ്. കാരണം നമ്മൾ ഒരു തെളിവില്ലാതെ പറയുന്നതല്ല. ഇതിനു മുമ്പുള്ള ഓരോ റാലിക്കും ഓരോ തടസ്സങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പവർ കട്ട് ഓരോ പരിപാടിക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല പല വീഡിയോസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓരോ വീഡിയോസായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പവർ ഫ്യൂസ് ഊരുന്ന വിഷ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ DMK പാർട്ടിക്കാര് വിജയ് സാറിനെതിരെ ചെരുപ്പ് കയറുന്ന, അത് 1-2 ചെരുപ്പല്ല, അവരുടെ ആൾക്കാർ നുഴഞ്ഞു കയറി അവിടെ വിജയ് സാർ സംസാരിക്കുന്നതിനിടയിൽ ചെരുപ്പ് എറിയുന്നതും വളരെ ചീത്ത വിളിക്കുന്നവരുടെ വിഷ്വലെല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരുവാണ്. അപ്പൊ അവിടെ കൂടിയ ആൾക്കാർ ഓരോന്നും തമിഴ്നാട് ആ റാലി ക്യാമ്പയിനിൽ കൂടിയ ആൾക്കാർ തന്നെ ഓരോ കാര്യങ്ങൾ പുറത്ത് പറയുന്നുണ്ട്. മാത്രമല്ല എതിർപക്ഷികൾ പോലും വിജയാനന്റെ നിലപാടിനോട് യോജിക്കാത്ത കക്ഷികൾ പോലും ഇപ്പോൾ വിജയ് സാറിനെ സപ്പോർട്ട് ചെയ്ത് വിജയ് സാറിന്റെ ആ ഒരു ക്യാമ്പയിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്ന് സർക്കാരിന് തന്നെയാണ് മോശം പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നടന്ന പരിപാടികൾക്കെതിരെ പല തടസ്സങ്ങളും ഉണ്ടാക്കി DMK. എന്തുകൊണ്ട് ഇതിനുണ്ടാക്കിക്കൂടാ? മാത്രമല്ല ഇതിന് DMKയുടെ അണികൾ അവിടെ ഉണ്ടായിരുന്നു. അതിന് തെളിവ് വണ്ടി നമ്പറിലും അവരുടെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇനിയും ഓരോ ദിവസം കഴിയുന്തോറും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് സത്യം അത് പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും പല രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നു. മാത്രമല്ല ഇതിനു മുമ്പ് 6 മാസം മുമ്പ് അവിടെ കള്ളച്ചാരയും കൂടി 66 പേര് മരിച്ചപ്പോൾ അവിടെ പോകാത്ത ഒരാൾ, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി, പെട്ടെന്ന് ഈ പരിപാടി ഈ ഒരു സംഭവം നടന്നതിന്റെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൽ അവിടെ എത്തുന്നു. ഇതിനു മുമ്പ് പല ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എത്താൻ കഴിയാത്ത മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇവിടെ പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര സംശയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നടന്ന അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ലോക്കപ്പ് കസ്റ്റഡി മരണം ഉണ്ടായിട്ട് പോലും അവിടെ നേരിട്ട് പോകാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഇവിടെ എത്താൻ കഴിയുന്നു, 2 മണിക്കൂറിൽ എത്താൻ കഴിയുന്നു എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ അത് ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ വിശ്വാസമുണ്ട്. വിജയ് എന്ന് പറയുന്ന ഒരാള് ഫാൻസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇതിനു മുമ്പ് നടന്ന പല പരിപാടികൾക്കും മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടത്ര ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കാത്ത പക്ഷം വിജയ് എന്ന് പറയുന്ന ആൾക്കും വിജയുടെ കൂടെ നിൽക്കുന്ന ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. പോലീസിന് പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമുക്കറിയുന്നതാണ്. ഈ ഇതിനു മുൻപും വിജയുടെ റാലികളിലൊക്കെ എത്രത്തോളം വലിയൊരു ആൾക്കൂട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് വിജയ് എന്നുള്ളൊരു താരത്തിന് വേണ്ട വലിയ രീതിയിലുള്ളൊരു ഫാൻ ബേസ് അവിടെ ഉള്ളതുമാണ്. ഈ ഇത്രയും ആളുകളും അത്തരത്തിൽ തന്നെ വന്നിട്ടുമുണ്ടാവും. പക്ഷെ അപ്പോഴും ഈ സുരക്ഷാ ക്രമീകരണത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിൽ സംഘാടകർക്കും ഒരു പങ്കില്ലേ? അത് പോലീസിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമാണോ? അല്ല, ഞാൻ ഒരു കാര്യം, ഇതിനു മുമ്പ് നടന്ന 2 മാനാട് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മൾ ചോദിച്ച അതേ സ്ഥലത്ത് തരികയും 25 ലക്ഷം 15 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുടെ പരിപാടിയായിരുന്നു അത്. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് 2 പരിപാടികൾ നടത്തിയ ഒരു പാർട്ടിയാണ് TVK പാർട്ടി. നമ്മുടെ സംഘാടകരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനു മുമ്പത്തെ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഒരു പരിപാടിയിൽ വിജയ് സാർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ച സ്ഥലത്ത് നിങ്ങൾ തരുന്നില്ല? ഈ ജനങ്ങൾ തിങ്ങി കൂടി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ എന്ത് തരുന്നു? മക്കൾക്ക് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വിജയ് സാർ തന്നെ വളരെ കൃത്യമായിട്ട് ചോദിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന് ശേഷം നടക്കുന്ന ഒരു പരിപാടിക്കും അതേ ചോദിച്ച സ്ഥലം കൊടുക്കാതെ 3 മണി to 10 മണി വരെയാണ് പെർമിഷൻ കൊടുത്തത്. വിജയ് സാർ 8:45 ഫ്ലൈറ്റ് കയറി. അവിടെ എത്താൻ ലേറ്റ് ആയെന്നുള്ള ആരോപണമുണ്ട്. എങ്ങനെ ലേറ്റ് ആയി? അവിടെ അത്രയും ക്രൗഡായിരുന്നു. അത്രയും ക്രൗഡ് താണ്ടി എത്താൻ വിജയ് സാറിന് കഴിഞ്ഞില്ല. അവിടെ അത് പോലീസിന്റെ ഇതാണ്. ഇത്രയും ക്രൗഡിനെ നിയന്ത്രിക്കേണ്ടത് പോലീസിന് പോലും വീഴ്ച പറ്റുമ്പോൾ സാധാരണ മനുഷ്യരായ വിജയുടെ അണികൾക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ചോദ്യം. രണ്ടാമത് വിജയ് സാർ അവിടെ നിന്നില്ല, പെട്ടെന്ന് വീട്ടിൽ പോയി. വിജയ് സാർ എന്ന് പറയുന്ന ഒരാള് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ അല്ല. വിജയ് എന്ന് പറയുന്നത് റോഡിൽ നിന്നാൽ പോലും ഒരു കൈ കണ്ടാൽ പോലും വളരെ മനസ്സിലാക്കി അവിടെ കൂട്ടം കൂടുക തന്നെ ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളും വലിയ അപകടം നടന്നിട്ടും വിജയ് സാർ അവിടെ എങ്ങനെ നിൽക്കും?
ഉടനെ വീട്ടിൽ പോയി, ചെന്നൈയിൽ വീട്ടിൽ പോയി രാത്രി തന്നെ ഈ പറയുന്ന എനിക്ക് അവിടെ വരാൻ കഴിയുമോ എന്നുള്ള പെർമിഷൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. ഇത് ഓരോ പരിപാടി, ഇത് മാത്രമല്ല എന്തുകൊണ്ട് വിജയുടെ TVK പാർട്ടിക്ക് മാത്രം ഇത്രയും റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇത് ഈ പരിപാടിക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന പല പരിപാടികൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഇതായിട്ട് പറയുന്നത്, ഇതിന് പ്രത്യേക ഒരു ഗൂഢാലോചന ഉണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അത് അറിയുക തന്നെ ചെയ്യും, അത് തെളിവോടുകൂടെ തന്നെ അറിയുകയും ചെയ്യും. കാരണം ഇതിനു മുമ്പ് നടന്ന പല പരിപാടികൾക്കും ഇവർ ഉണ്ടാക്കിയ തടസ്സങ്ങൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓരോ സത്യങ്ങളും അറിയുവാണ്, ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും തീർച്ചയായിട്ടും DMKയുടെ ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തെളിയുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഈ FIR-ൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇതിൽ വിജയുടെ പേര് നൽകിയിട്ടില്ല, മറ്റ് നേതാക്കളുടെയൊക്കെ പേരാണ് ഈ FIR-ൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൽ കൃത്യമായിട്ടൊരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം 40-ലേറെ ആളുകളുടെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ഒരു നടപടി എടുക്കുക തന്നെ വേണമെന്നുള്ളതാണ്. അതിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ച് അത് ഏത് തരത്തിലാകും അഭിമുഖീകരിക്കാൻ പോകുന്നത്? അതാണ് പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ വിജയ് സാറിന്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ അത് CBI അന്വേഷണം പ്രത്യേകിച്ച് വേണം എന്നുള്ളത് കോടതി സമീപിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ CBI അന്വേഷണം വഴി എന്താണ് തെളിയുന്നതുള്ളത് നമുക്ക് അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ നിയമിക്കുന്നത്. എന്തായാലും നമ്മൾ ആവശ്യപ്പെട്ട പ്രൊട്ടക്ഷൻ തരാതെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അതിൽ വളരെ ദുഃഖമുണ്ട്. ആ ദുഃഖം പെട്ടെന്ന് മാറുന്നൊന്നുമല്ല. ഈ 40 മരണമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു മഹാദുരന്തം തന്നെയാണ്. പക്ഷേ വിജയ് സാറുടെയും വിജയുടെ TVK പാർട്ടിയുടെയും ഒരു നയം എന്ന് പറയുന്നത് തമിഴ് രാഷ്ട്രീയം മാറ്റി ഒരു നല്ലൊരു രാഷ്ട്രീയം കൊടുക്കുക, നല്ലൊരു ഭരണം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഇനിയും മുന്നോട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ മുന്നോട്ട് വരും. അത് ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. അതിന് ഇപ്പോൾ കേണ്ടത് CBI അന്വേഷണം, അത് സെപ്പറേറ്റ് ആയിട്ട് നടക്കണം. ആ അന്വേഷണത്തിൽ സത്യം തെളിയണം, സത്യം ജനങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇപ്പോൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല, വിജയ് സാറിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് മക്കൾ മനസ്സിലാക്കുമ്പോൾ വിജയ് സാർ അതേപോലെ തന്നെ പഴയതുപോലെ തന്നെ തിരിച്ചു വന്ന് നല്ല രീതിക്ക് തന്നെ ആ 2026 ഇലക്ഷൻ ഫേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ സത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇതിൽ ഭയങ്കര ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി വരികയാണ്. അത് 100% ഷുവറാണ്. അപ്പൊ അത് സത്യം തെളിയുക തന്നെ ചെയ്യും. അപ്പോൾ ആ സത്യം മനസ്സിലാക്കും, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വിജയ് സാറിനും വിജയ് സാറിന്റെ പാർട്ടിക്കും അണികൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് ഇനി ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ സഡൻലി പെട്ടെന്ന് ഒരു പ്രതികരണം വിജയ് സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മുന്നോട്ടുള്ള ഈ അന്വേഷണങ്ങളിൽ സത്യങ്ങൾ തെളിയുമ്പോൾ വിജയ് സാർ പതുക്കെ പ്രസ് മീറ്റുകളും കാര്യങ്ങളും ജനങ്ങളെ സന്ധിക്കുന്ന കാര്യം ഉടനെ തന്നെ ഉണ്ടാവും. ശരി, വളരെ നന്ദി ശ്രീ പ്രതീഷ്. പ്രതികരിച്ചതിന് വിജയ് ഫാൻസിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.